ഇപ്പോൾ കേരളത്തിൽ CPM-ൻ്റെ സംസ്ഥാന തല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായ ആ പ്രക്രിയയുടെ ഭാഗമായി സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ സമ്മേളനങ്ങൾ മുൻപ് നടന്നിരുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമെന്നുള്ള നിലയിൽ താഴെത്തട്ട് മുതലുള്ള സഖാക്കളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനും പാർട്ടിയുടെ നേതൃത്വത്തെ വിമർശിക്കുന്നതിനും ആ വിമർശനത്തിലൂടെ തിരുത്തുന്നതിനുമാണ്. ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്നത് CPM-ൻ്റെ ഉടമസ്ഥത കൈവശം വെച്ചിരിക്കുന്ന വിജയൻ്റെയും കുടുംബത്തിൻ്റെയും വിജയൻ്റെയും മകളുടെയും ഭാര്യയുടെയും എല്ലാം സംരക്ഷണം ഈ രാഷ്ട്രീയ സംവിധാനത്തിനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനും അങ്ങനെ വിജയൻ്റെ വിധേയത്വത്തിലാണ് തങ്ങൾ കഴിയുന്നത് എന്ന് വിജയനെ അറിയിച്ച് സംതൃപ്തി അടയുന്നതിനുമാണ് അപ്പം ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ലേബലിലിരിക്കുന്ന ഗോവിന്ദനടക്കമുള്ള ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ല. വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് വിജയൻ ഇപ്പോൾ അതിയായ സമ്പന്നനാണ്. വിജയൻ്റെ സഹായത്തോടു കൂടി തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കുവാനുള്ള പാർട്ടി നേതാക്കന്മാരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിൽ മറ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളൊന്നും അതിനെ ബാധിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിമാനഭാജനവും വിജയൻ്റെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഗുണ്ടായുസം നടത്തുന്നതിന് വേണ്ടിയുള്ള വിജയൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വ നിരയിൽ നിന്നയാളുമായ അൻവർ, നിലമ്പൂർ MLA അൻവർ CPM-നും പിണറായി വിജയനുമെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയും പിണറായി വിജയനെ തേച്ച് ചുവരിൽ ഒട്ടിച്ചു കളയുകയും ചെയ്തിരിക്കുന്നത് 2 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പത്രസമ്മേളനത്തിലൂടെ. രാഹുൽ ഗാന്ധിയുടെ DNA അല്ല, വിജയൻ്റെ DNA ആണ് അയാൾ ഇപ്പോൾ പരിശോധിച്ചത്. PV അൻവർ ഒരു മാന്യനാണെന്നോ അയാൾ രാഷ്ട്രീയമായി സത്യസന്ധതയുള്ളവനാണെന്നോ ഒന്നും ഒരു അഭിപ്രായവും എനിക്കില്ലെന്ന് മാത്രമല്ല, ഞാനിത് നേരത്തെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അത് അയാളുടെ മാത്രം കാര്യമല്ല. CPM-ൽ ഇന്നുള്ള MLA-മാരിൽ കുറഞ്ഞത് 10 പേരെങ്കിലും തനി ഗുണ്ടകളാണ്, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ്. മുകേഷിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയില്ലേ. ജയിലിൽ ജാമ്യം കിട്ടി എന്നുള്ളത് അല്ലാതെ സ്ത്രീകൾക്ക് അയാളുടെ കണ്ണിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ സ്ത്രീകളെ അയാൾക്ക് പീഡിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള CPM-ൽ പൊതുവെ അതാണല്ലോ സ്ഥിതി. അതുകൊണ്ടാണ് ഈ മൃദുപീഡനം, കഠിന പീഡനം എന്നുള്ള തത്വശാസ്ത്രമൊക്കെ അവതരിപ്പിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയല്ലോ നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ശശിമാർ, PK ശശി, ഇങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ. അതിൽ അവരുടെ പൊതുവായ രീതി അതാണ്. കാരണം ക്രിമിനൽ സംഘങ്ങളെയാണ് ഇപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്നത് പാർട്ടിയിലേക്ക്. മന്ത്രിമാരെല്ലാം ചെന്നില്ലേ ഈ കാപ്പ കേസ് പ്രതികളെയൊക്കെ പാർട്ടിയിലേക്ക് അണിയിച്ച് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ സംഘമായി CPM മാറുകയും രാഷ്ട്രീയ തത്വശാസ്ത്രമെല്ലാം എന്നീ ഉപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞ് പിണറായി വിജയൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് അല്ല. അയാൾക്ക് കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞും കൂടെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുവാൻ അയാൾക്ക് കഴിയുകയുമില്ല. അയാൾക്കൊരു ഗുണ്ടാത്തലവനായിരിക്കുവാനേ കഴിയൂ. ആ ഗുണ്ടാത്തലവൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ കൊലപാതകം ആരംഭിച്ചത് അയാളാണ്. ആ കൊലപാതകത്തിലൂടെ അയാൾ മറ്റു പാർട്ടിക്കാരെ എന്നുള്ളതിനേക്കാളേറെ CPM-കാരെയാണ് ഭീഷണിപ്പെടുത്തിയത്. CPM-കാർ അതോടെ ഭയന്നു. അയാളുടെ കാൽച്ചുവട്ടിൽ കിടന്ന് അയാളുടെ ഭാര്യയുടെയും മകളുടെയും കാൽച്ചുവട്ടിൽ കിടക്കുകയാണെന്ന് CPM എന്ന് പറയുന്ന പാർട്ടി. തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വിപ്ലവവും വിയർപ്പും ചോരയും ചിലവഴിച്ച് വളർത്തിയെടുത്തൊരു പാർട്ടിയാണ്. അതിരിക്കട്ടെ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയനെ ദൈവമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അൻവർ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചത്. അൻവറിൻ്റെ അടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് വിജയൻ്റെ മർമ്മത്തിൽ കൊള്ളുന്നതിന് കാരണം വിജയൻ കാലാകാലങ്ങളിൽ അവനവൻ്റെ സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി ആളുകളെ ഉപയോഗിക്കുകയും അത് കഴിഞ്ഞവർ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള അയാളുടെ പൊതു സ്വഭാവമാണ്. അയാളുടെ തനതായ സ്വഭാവം അതാണ്. അത് നമുക്കറിയാം. സരിതയുടെ കാര്യത്തിലറിയാം, ശിവശങ്കറിൻ്റെ കാര്യത്തിലറിയാം, സ്വപ്നയുടെ കാര്യത്തിലറിയാം. ഇവരെയെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തിനും പണം ഉണ്ടാക്കാനും അധികാരം നേടാനും വേണ്ടി നാറിയ തരത്തിൽ ഉപയോഗിച്ചയാളാണ്.
അങ്ങനെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ADGP അജിത് കുമാർ എന്ന് പറയുന്നത്. അയാളൊരു ക്രിമിനലാണ് എന്നുള്ളത് കുപ്രസിദ്ധമാണ്. അൻവർ അതുപോലെ തന്നെ മറ്റൊരു ക്രിമിനലാണ്. മണിയൊക്കെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആ പാർട്ടിയിൽ. ഏതാണ്ട് 10 MLA ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെറും ഗുണ്ടകളോ ക്രിമിനലുകളോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒരിക്കലും ജനാധിപത്യമോ സോഷ്യലിസമോ ഈ PV അൻവറിനെ പോലുള്ള ആളുകൾ, കോട്ടക്കൽ റസാക്ക്, KT ജലീൽ തുടങ്ങിയ ആളുകൾ, പോപ്പുലർ ഫണ്ടുകാരായ ആളുകൾ, SDPIക്കാരായ ആളുകൾ, ഇവരെയെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവന്ന് ഈ ഇതിനെ വർഗീയവൽക്കരിച്ചതിൻ്റെ പ്രധാന കാരണം ഈ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിൽ വന്നത് സോഷ്യലിസം വളർത്താനോ മതേതരത്വം വളർത്താനോ ഒന്നും അല്ലല്ലോ. മലബാറിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഒരു കേന്ദ്രമാണ്, അതിൻ്റെ കേന്ദ്രബിന്ദുവാണ് ഇവരെല്ലാം. അജിത് കുമാർ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭരണാധികാരവും സംവിധാനവും ഉപയോഗിച്ച് നടത്തുവാനും സംരക്ഷിക്കുവാനും കഴിവുള്ള മറ്റൊരു ഗുണ്ടയാണ്. ഇവരാരും ഈ വിജയനെ പോലെ ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് അയാളുടെയും അയാളുടെ ഭാര്യയും മക്കളെയും കോടീശ്വരന്മാരാക്കിക്കൊള്ളാം എന്ന് കരുതി മാത്രമല്ല, അവനവൻ്റെ കാര്യം കൂടെ നോക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നപ്പോൾ ഇടത്തും വലത്തും നിൽക്കുന്ന ഈ ഗുണ്ടകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ് ഈ അജിത് കുമാറിനെയാണ് ഇപ്പോൾ പല കാരണങ്ങളാൽ അജിത് കുമാർ RSS നേതാവിനെ പോയി കണ്ടു, അത് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഒരു കാരണം യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും അന്വേഷണം ചെല്ലരുത് എന്നുള്ള ദുഷ്ടബുദ്ധിയാണ്, ദുഷ്ടലാക്കാണ്. അത് വിജയനെ രക്ഷിക്കാൻ, വിജയൻ്റെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ രക്ഷിക്കാൻ, വിജയൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ മുന്നണികൾ ബോധപൂർവ്വം നടത്തുന്നൊരു ശ്രമമാണ്. പുറമേ അവർ വലിയ പ്രസംഗമൊക്കെ നടത്തും, അപ്പടി ഇപ്പടി എന്നൊക്കെ സതീശനൊക്കെ പറയും. പക്ഷേ ഈ പറച്ചിലിനപ്പുറം എന്താണ്, ഈ നേതാക്കന്മാരൊരു ജാതി, പണ്ട് നക്സലൈറ്റുകൾ 70കളിൽ ഇവിടെ വിളിച്ചിരുന്നൊരു മുദ്രാവാക്യമാണ് നേതാക്കന്മാരൊരു ജാതി, അണികളെല്ലാം മറുജാതി. അതുകൊണ്ട് ഇന്നും നേതാക്കന്മാരെല്ലാം ഇങ്ങനെ പരസ്യമായ ആളുകളുടെ മുമ്പിൽ ചില നാടകമൊക്കെ അഭിനയിക്കുമെങ്കിലും പരസ്പരം സംരക്ഷിക്കുക എന്ന് പറയുന്ന അവരുടെയൊക്കെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ആരും ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മലബാറിൽ വർഗീയതയുടെ വിഷം ചീറ്റി ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും CPM വർഗീയ വിഷം ചീറ്റും. ഈ ആളുകളെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ എന്നോ പറഞ്ഞ് അവരെ തങ്ങളിലടിപ്പിക്കുന്നൊരു ശ്രമം നടത്തുന്നത് CPMൻ്റെ സ്ഥിരം അജണ്ടയാണ്. ആ അജണ്ട ഉപയോഗിക്കുന്നതിന് പറ്റിയ ആളുകൾ എന്നുള്ള നിലയിൽ ഒരു ഗ്രൂപ്പിനെയാണ് മലബാറിൽ നിന്ന്, സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് അതിൽ കൂടുതലും. സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും കള്ളപ്പണക്കാരെയും കുഴൽപ്പണക്കാരെയും ഒക്കെയാണ് വിജയൻ ആവശ്യം. അവരാണ് വിജയൻ്റെ സാമ്പത്തിക സ്രോതസ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ആളുകളിൽപ്പെട്ടാണ് KT ജലീലും റസാഖ് എന്നൊക്കെ പറയുന്ന ആളുകളെല്ലാം. അപ്പോൾ ഇവരെല്ലാം കൂടെ ഇങ്ങനൊരു ലോബിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങളെക്കാളേറെ അജിത് കുമാർ വിജയൻ ഇതുപോലെ തന്നെ വിജയൻ്റെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ തഴഞ്ഞു തുടങ്ങി. ഈ തഴഞ്ഞു തുടങ്ങിയത് അവർക്ക് മനസ്സിലായി. ആ മനസ്സിലായതിൻ്റെ ഭാഗമായി അവർ സംഘടിതമായൊരു ശക്തിയായിട്ട് പരസ്യമായി വന്നിട്ടില്ലെങ്കിലും സംഘടിതമായ ഒരു സ്വഭാവത്തോടു കൂടി അവരുടെ പ്രതീതി എന്നുള്ള നിലയിലാണ് അൻവർ ആക്രമിച്ചത്. അപ്പോൾ എന്താണ് ഗോവിന്ദൻ പറയുന്നത്? ഞങ്ങളെ വിമർശിക്കുവാൻ അധികാരമുള്ളവരാണ്, വിമർശിക്കുവാൻ അധികാരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിമർശിക്കുക എന്ന് പറയും. വിമർശിക്കാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രത്യേകത. ആ വിമർശനം നടത്തുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരുടെ കേന്ദ്ര നേതാക്കന്മാർ മുതൽ താഴോട്ട് എല്ലാ ദിവസവും പൂരപ്പാട്ട് നടത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരുടെ അടുത്താണ് പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടിയിൽ വിമർശിക്കാൻ അധികാരമുണ്ട് മുഖ്യമന്ത്രി എന്ന്. മുഖ്യമന്ത്രി വിമർശിക്കാൻ പാർട്ടി സെക്രട്ടറി വിമർശിക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ സാധാരണ ധർമ്മങ്ങളാണ്. അതുപോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു മന്ദബുദ്ധിയാണ്. ഗോവിന്ദൻ പണ്ടേ അപ്പം പോകുന്നത് അറിയാമല്ലോ, മന്ദബുദ്ധിയാണ്. ഈ മന്ദബുദ്ധി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇവർ ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് അൻവർ പാർട്ടി നിന്ന് സ്വതന്ത്രനായി നിൽക്കുന്ന അൻവർ അവർക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ പിറ്റേ ദിവസം ഈ ധൈര്യമുള്ള ആളുകളെക്കുറിച്ച് ഗോവിന്ദൻ്റെ പറയുന്നത് കയ്യും കാലും വെട്ടുമെന്നാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അൻവറിൻ്റെ കയ്യും കാലും വെട്ടും. പാർട്ടിയുടെ ഇതുവരെയുള്ള ഒരു വക്കീലായി നടന്ന, അതിൻ്റെ ഒരു വക്താവായി നടന്ന, ഒരു ഗുണ്ടയായി നടന്നവനെ ഇനി കയ്യും കാലും ഞങ്ങൾ വെട്ടും. കാരണം അയാൾ വിജയൻ്റെ കള്ളത്തരങ്ങൾ, വിജയൻ്റെ കൊള്ളവയ്പ്പുകൾ, വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, വിജയൻ്റെ കുഴൽപ്പണക്കാർ ഇതെല്ലാം അയാൾ തുറന്നു പറയും
അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ വെട്ടുമെന്നാണ് പറയുന്നത്. അതിനെതിരെ കേസില്ല. അതായത് CPM എന്ന് പറയുന്നത് ക്രിമിനൽ സംഘം മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ അവസാന തെളിവാണ് ഈ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും. ഇങ്ങനെ ഒരു പാർട്ടി ഈ കേരളത്തിൽ ഇനി വേണമോ എന്ന് ആലോചിക്കേണ്ടത് കേരളീയ ജനങ്ങളുടെ പ്രബുദ്ധത തെളിയിക്കേണ്ടത് അങ്ങനെയാണ്. ഈ പാർട്ടി കേരളത്തിന് ദോഷം ചെയ്യും, കേരളത്തെ അപകടപ്പെടുത്തും. അതുകൊണ്ട് ഉപേക്ഷിക്കുക, തുടച്ചു മാറ്റുക ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ. ആ പാർട്ടിയോടൊപ്പം അവരുടെ മുന്നണിയും ചത്തുകൊള്ളും.